ഏഴ് കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും ഉത്കൃഷ്ടനാണ്. അവൻ്റെ എല്ലാ ദോഷങ്ങളും സമുദ്രത്തോളം ദോഷമുണ്ടെങ്കിലും അള്ളാഹു താല പുറത്തു നൽകുകയും അവൻ്റെ മരണവും ജീവിതവും അള്ളാഹു ഹൈറിലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം, എല്ലാ കാര്യങ്ങളിലും എല്ലാ നല്ല കാര്യങ്ങളിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. അത് അവൻ്റെ ജീവിതത്തെ തന്നെ ഗുണകരമാക്കി തീർക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യത്തിൻ്റെയും അവസാനത്തിൽ, അതല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്നും വിരമിക്കുന്ന സമയത്ത്, അത് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് മാത്രമല്ല അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും സ്തുതിക്കുന്ന നാവ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമതായി പറയുന്നത് അസ്താഗ്ഫിറുല്ലാഹിൽ അലീം എന്നുള്ളതാണ്. അവൻ്റെ നാവിലൂടെ എന്തെങ്കിലും തെറ്റായ സംസാരം വരികയോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയോ, ചെറുതാവട്ടെ വലുതാവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താലയോട് പൊറുക്കലിനെ തേടുന്ന നാവ്, അസ്താഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുന്ന നാവ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നാളെ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വെറുക്കപ്പെട്ട എന്തെങ്കിലും കാര്യം നമ്മിൽ നിന്നുണ്ടായാൽ അതിന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന് പറയാൻ തോന്നിക്കുന്നതും നല്ലൊരു മുഅ്മിനായ മനുഷ്യനിൽ നിന്നാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു. അവരുടെ മരണവും ജീവിതവും അള്ളാഹു ഗുണകരമാക്കും. ആറാമതായി പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കാണ്. നമ്മുടെ ശരീരത്തിനോ സമ്പത്തിനോ എന്തെങ്കിലും മുസീബത്ത്, അത് ചെറുതായാലും വലുതായാലും, ഈ ഒരു വാക്കിനെ പറയുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് മരണസമയത്ത് മാത്രം, മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട ഒന്നല്ല. അതുപോലെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിടുന്ന നാവ് അല്ലാഹു തആല സദാസമയവും അല്ലാഹു തആലയുടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിടുന്ന നാവിനെ അല്ലാഹു തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവരെയും അല്ലാഹു തആല അവൻ്റെ ഉത്കൃഷ്ടതയിലും അതുപോലെ തന്നെ അവൻ്റെ മരണവും ജീവിതവും അല്ലാഹു തആല ഗുണകരമാക്കുകയും ചെയ്യും.